എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ദൈവജനങ്ങളെ കൂട്ടിവരുത്തുന്നു. രാവും പകലും ദൈവദാസന്മാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയെടുക്കും. മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാൻ മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവര് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്. 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഭവം. 712-432-8273. മലയാളത്തിന് ആക്സസ് കോഡ് 218-6181 മലയാളം. എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്. ആക്സസ് കോഡ് 218-6182 സ്പാനിഷ് 218-6183 തമിഴ് 218-6184 തെലുങ്ക് 218-6186 കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ നമ്പർ വിളിച്ചാൽ മതി. 978-257-2423. ഗോഡ് ബ്ലെസ് യു. എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഇന്ന് രാത്രിയിൽ ഞാൻ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിന് പുതുതായി കടന്നു വന്ന ദൈവജനത്തോടും ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനത്തോടും എല്ലാവരോടുമുള്ള നന്ദി പ്രാരംഭമായി ആമേൻ ഞാൻ ഒരു വാക്കിൽ കൂടെ ഒന്നുകൂടെ അറിയിക്കട്ടെ. സമയം ഒന്നും കളയുന്നില്ല. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീലാദാസ് ദൈവജനത്തിൽ നമ്മൾ സംസാരിക്കും. ആമേൻ നമ്മെല്ലാവരും ദിവസം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. വളരെ ആത്മാഭിഷേകത്തോടുകൂടി അവൻ ശുശ്രൂഷിക്കുന്ന കർത്താവദാസന്റെ ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ അനുഭവിക്കാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വേദനകൾ നടുവിൽ എന്നെ മാനിക്കുന്ന കർത്തന്റെ കൂടെയുണ്ടല്ലോ. വേദനകൾ നടുവിൽ എന്നെ മാനിക്കുന്ന കർത്തന്റെ കൂടെ പറഞ്ഞിടും കൈവിടാത്ത രക്ഷകൻ നീയാ. സ്വന്തമെന്നം മാറും തള്ളിപ്പറഞ്ഞിടും കൈവിടാത്ത രക്ഷകൻ നീയാ. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം, കാകേളത്തിൻ ശബ്ദം കേൾക്കാറാ. വേല നന്നായി തികയ്ക്കാം, കാകേളത്തിൻ ശബ്ദം കേൾക്കാറാ. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം, കാകേളത്തിൻ ശബ്ദം കേൾക്കാറാ. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം, കാകേളത്തിൻ ശബ്ദം കേൾക്കാറാ. സ്നേഹിച്ചോരെല്ലാം നമ്മെ വെറുത്തിടുമ്പോൾ, മാറില്ലെന്നു പറഞ്ഞവർ മാറിപ്പോകുമ്പോൾ, സ്നേഹിച്ചോരെല്ലാം നമ്മെ വെറുത്തിടുമ്പോൾ, മാറില്ലെന്നു പറഞ്ഞവർ മാറിപ്പോകുമ്പോൾ, ക്രൂശിൽ എന്നെ വീണ്ടെടുത്തവൻ പ്രാണനാഥൻ കൈവിടുകില്ല. ക്രൂശിൽ രക്തമൊഴുക്കി എന്നെ വീണ്ടെടുത്തവൻ
നന്നായി തികയ്ക്കാം കാഹളത്തിൻ ശബ്ദം കേൾക്കാറാ. കഷ്ടതയില്ലാത്ത പട്ടിണിയില്ലാത്ത നിത്യഗേഹം നമുക്കുണ്ടല്ലോ. കഷ്ടതയില്ലാത്ത പട്ടിണിയില്ലാത്ത നിത്യഗേഹം നമുക്കുണ്ടല്ലോ. പരദേശിയായി നാം പാർക്കുന്ന വീട് ഈ വീടെന്നും സ്ഥിരമല്ലല്ലോ. പരദേശിയായി നാം പാർക്കുന്ന വീട് ഈ വീടെന്നും സ്ഥിരമല്ലല്ലോ. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം കാഹളത്തിൻ ശബ്ദം കേൾക്കാറാ. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം കാഹളത്തിൻ ശബ്ദം കേൾക്കാറാ. കാഹളത്തിൻ ശബ്ദം കേൾക്കാറാ. കാഹളത്തിൻ ശബ്ദം കേൾക്കാറാ. പ്രിയ കർത്താവേ, ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും ഞങ്ങളെ നടത്തിയ അവിടുത്തെ വഴികളെ ഞങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ ആരോഗ്യത്തോടെ നന്ദി പറയാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹത്തിന്റെ മുൻപിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നീ ഞങ്ങളോട് സംസാരിക്കണം. ഒരു ജഡവും ഇവിടെ ഉയരുവാനോ പ്രശംസിപ്പാനോ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിപ്പിക്കണം. ചില വിടുതലുകൾ ഈ രാത്രി നടക്കണം. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇവിടെ പ്രവർത്തിച്ചു എന്നറിയുവാനിടയാണ്. സകല മഹത്വവും നിനക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവജനം ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വന്യരായ ദൈവദാസന്മാർ, ഈ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന വിലയേറിയ ദൈവവൃത്തിന് ദൈവത്തിന്റെ കുടുംബം, എന്നേക്കാൾ ശക്തന്മാരായി കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിലയേറിയ ദൈവഭൃത്യന്മാർ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി കടന്നു വന്ന ദൈവജനം, ഈ സഭയിലുള്ള ദൈവജനം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടെ നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഈ പ്രയർ ലൈൻ കോൺഫറൻസിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. ഈ വർഷത്തെ എപ്പീസിനായിട്ട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ അവർ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോൾ എനിക്ക് മാത്രം വരാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ അകത്ത് ഒരു വലിയ പ്രേരണ തോന്നിയാണ് ഞാനിവിടെ വരുവാനിടയായത്. കർത്താവിന്റെ ദാസി സൂസനാന്റിക്കായി അഗ്രണയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആത്മീക ശുശ്രൂഷയിൽ ഒരു പങ്കാളിയാകുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുണ്ട്, എനിക്ക് സമയം തരരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്നാൽ കർത്താവിന്റെ ദാസി അങ്ങനെ കർത്താവിന്റെ ദാസനും ആലോചിച്ച് ചെയ്തു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ ദാസനെ ഒരിക്കൽ കൂടെ ആരോഗ്യത്തോടെ കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തന്റെ ശരീരം ദുർബലമെങ്കിലും അകത്തൊരു തീയുണ്ട്. ഞാനത് കഴിഞ്ഞ നാളുകളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് രാത്രി ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പേര് വിട്ടുപോയ വഴക്കുണ്ടാക്കുന്നവരെ മുമ്പിൽ ഇരിക്കുന്നവർ മുഴുവൻ ഏതെങ്കിലും ഒരാളെ ഒതുക്കാന്ന് ഓർത്ത ഒതുക്കാൻ പറ്റുന്ന നീ വർഗീസ് മാത്യു പാസ്റ്ററിന്റെ പേര് പറഞ്ഞിട്ട് അലക്സ് പാസ്റ്ററുടെ പേര് പറഞ്ഞില്ല, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ. അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഞാൻ പ്രയർ ലൈനിൽ കയറി ഒരു പ്രൈസലോട് പറയുമ്പോൾ തിരിച്ചറിയുന്ന പെണമാമ ഇട്ടിട്ടുണ്ട്. പെണമാമയുടെ പേര് പറഞ്ഞില്ല, പെണമാമ വഴക്കുണ്ട്, അതുകൊണ്ട് വിടുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു വഴക്കുണ്ടാക്കാത്ത ഇപ്പൊ മെയിനിലെ അച്ഛൻ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആരുടെയും പേര് പറയുന്നില്ല. എന്റെ കൂടെ ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തുന്ന ഓർഫനേജിന്റെ ഓണർ മോളിയാൻഡി വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസരുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും വളരെ തിരക്കുള്ള ഒരു സഹോദരി. എന്നാൽ ഈ പ്രയർ ലൈനിലുള്ള ദൈവജനത്തിന്റെ മുഖം കാണുവാനുള്ള ആഗ്രഹത്തിൽ വളരെ കഷ്ടം സഹിച്ച് വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്.
ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച സമയം ഒട്ടും കളയാതെ ദൈവം ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ പാട്ട് പാടാനൊരു കാരണമുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കി സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാൻ നാട്ടിൽ നിന്ന് പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ കയറിയപ്പോൾ ഈ പാട്ടിന്റെ ഒരടി ഞാൻ പാടി. ഈ പാട്ട് അന്വേഷിച്ച് പലരും പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് വിളിച്ചു പറഞ്ഞ ആന്റി ഇവിടെങ്ങാനും ഉണ്ടേ ഒന്ന് കൈ ഉയർത്താമോ? ഇല്ല. സ്തോത്രം. ഒരു ദേവദാസി എന്തോ ഭാരത്തിന്റെ നടുവിൽ പ്രയർ ലൈനിലേക്ക് കയറിയപ്പോൾ ഈ പാട്ട് കേട്ടു. വേദനയുടെ നടുവിൽ എന്നെ മാനിക്കുന്ന കർത്താവിന്റെ കൂടെ ഉണ്ട്. ഇത് മാത്രമേ കേട്ടുള്ളൂ, ബാക്കി കേൾക്കാനായിട്ട് വളരെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ആ ദേവദാസിയുടെ അകത്ത് വളരെ ആഗ്രഹം തോന്നിയിട്ട് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവേ എനിക്ക് ഈ പാട്ട് ഒന്നുകൂടെ ഒന്ന് കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചതായി എന്നെ വിളിച്ചു പറഞ്ഞു. ആ രാത്രി ഉറക്കത്തിൽ ഒരു മീറ്റിംഗിലെ കർത്താവിന്റെ ദാസി സംബന്ധിക്കുന്നതായ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ ഒരു ചെറിയ കുട്ടി സ്റ്റേജിൽ നിന്ന് ഈ പാട്ട് മുഴുവൻ പാടുന്നത് കേട്ട് ആ ദേവദാസി രാത്രി മുഴുവൻ സന്തോഷിച്ചു. പ്രയർ ലൈനിൽ ആരെയൊക്കെ വിളിച്ച സുസ്നാന്റിയെ വിളിച്ചു ചോദിച്ചു. സുസ്നാന്റി ആ പാട്ട് കേട്ടുപോലും ഇല്ല. അലക്സ് പാസ്റ്ററെ വിളിച്ചു ചോദിച്ചു. പുള്ളി ഏതിനും ഒഴുകുന്ന വെള്ളം എന്നാ കേട്ടെ. എന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് പാട്ട് എഴുതി? ഏതിനും ഒഴുകുന്ന വെള്ളം. ഞാൻ പറഞ്ഞു അതല്ല, വേദനയുടെ നടുവിൽ. ഇപ്പൊ പ്രയർ ലൈനിൽ ഇങ്ങനെയും കേൾക്കുന്നുണ്ട്. ആ ദേവദാസിയെ വിളിച്ചു. ഞാൻ പല പ്രാവശ്യമായിട്ട് അവരുടെ ഫോണിലേക്ക് മെസ്സേജിൽ ആ പാട്ട് ഞാൻ ഇട്ടു കൊടുത്തു. ആ പാട്ട് എന്റെ വേദനയുടെ നടുവിൽ ഞാൻ എഴുതിയ പാട്ടാണ്. പ്രസംഗിക്കുന്നവർക്ക് വേദനയില്ലെന്ന് തോന്നരുത്. അവരുടെ മുറിവുകൾ അവരാരെയും കാണിക്കില്ല. ദൈവത്തെ സേവിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദൈവഭക്തന്മാരെയൊക്കെ വിളിച്ചു നിർത്തി ചോദിച്ചാൽ അറിയാം അവരുടെ രഹസ്യ പ്രാർത്ഥനാ മുറികളിൽ അവരനുഭവിക്കുന്ന പെയിൻ. പക്ഷെ അത് പൊതുലോകത്തിന്റെ മുൻപിലൊന്നും വിളിച്ചു പറഞ്ഞ് അതിനകത്തൊരു ത്രില്ലെടുക്കാനൊന്നും അവർ ആഗ്രഹിക്കത്തില്ല. അപ്രകാരം ഒരു രാത്രിയിൽ മനോവേദനയുടെ നടുവിൽ തകർന്നു പോയപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു പാട്ടിന്റെ വരികളാണിത്. മറ്റൊരു പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്? തീച്ചൂളയുടെ നടുവിൽ വരംകരം തന്ന് നടത്തിയ ഞാൻ കൂരിൽ താഴ്വരയിൽ നിന്നെ കൈവിടുമോ. അടുത്ത ഒരു പാട്ടിന്റെ വരിയാണ്. അതിപ്പോ പാടുന്നില്ല, സമയമില്ല, ദൈവം അനുവദിച്ചാൽ പിന്നീട് പാടാം. ഇന്ന് രാത്രി ഞാൻ ഇത് പറഞ്ഞത് പാട്ട് ഡൺലപ്പ് മെത്തേഡ് ഇരുന്ന് പാടാൻ സുഖം. ഇവിടെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ശിവപാസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ആ പാട്ട് പാടാൻ പറഞ്ഞപ്പം എനിക്കത്തിനൊപ്പം ഞാൻ തിന്നാലും നല്ല ട്യൂണല്ലേ. ബ്രദർ ഇവിടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വായിച്ചും പാടുന്നുണ്ട്. പക്ഷെ എപ്പോഴാ പാടിയെന്ന് ചോദിച്ചാ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃനിരയിൽ നിന്ന കെ എബ്രഹാം അവരോടൊപ്പം നിന്ന ഒരു വനിതാ സിംഹം ഉണ്ടായിരുന്നു. അവരുടെ പേര് അന്നമ്മ മാമൻ. ഒറ്റയ്ക്ക് വിവാഹം കഴിയാത്ത ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആംഗ്ലമാർ ആ സ്ത്രീയുടെ കൈ പിടിച്ച് പുറകോട്ട് കെട്ടിവെച്ചിട്ട് വീടിന്റെ വെളിയിലിറക്കി നിർത്തി. ഈ നീറെന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിന് പല ഭാഷയാ പറയുന്നത്. നീറെന്ന് നിസ്രെന്നൊക്കെ പറയും. ആ സാധനം ഇങ്ങനെ മൂക്കിനകത്തൂടെയും വായിക്കകത്തൂടെയും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ കൈ കെട്ടിവെച്ചേക്ക പുറകിലേക്ക്. കർത്താവേ നിനക്ക് വേണ്ടിയാണല്ലോ ഇത് സഹിക്കുന്നതെന്ന് ഓർത്തവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് വന്നു. അവർ കരഞ്ഞുകൊണ്ട് എഴുതിയ പാട്ടാ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും. മനോഹരമായ ഹോളിനകത്ത് മൈക്ക് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി വെറുതെ പറയാം. പിണങ്ങിയാലും പിണങ്ങിയില്ലും ഒന്നുമില്ല. കേരളത്തിലും അമേരിക്കയിലും ഒരു ദൂതല്ല. എന്നോട് ആൾക്കാർ ഇരിക്കും ഇതൊക്കെ അമേരിക്ക, അതൊക്കെ ചെന്ന് പറയും, തന്നെ പറയും. പക്ഷെ കൃപയാൽ ഞാൻ പറയും എനിക്ക് ചെക്കിന് ഒരു കുഴപ്പവും വന്നില്ല. ചെക്ക് വേണ്ട അതിന് പറഞ്ഞതല്ല, പറയാനുള്ള ദൂതേ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഡൺലപ്പ് മെത്തേഡ് ഇരുന്ന് പാടുമ്പം ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ ജീവിതത്തിന്റെ ഇരുണ്ട പ്രാർത്ഥനാ മുറിക്കകത്ത് ആരോടും പറയാൻ കഴിയാത്ത വേദനയുടെ നടുവിൽ നീ നിലവിളിച്ചുകൊണ്ട് പാട്, സ്വർഗ്ഗമിറങ്ങുന്നത് നീ കാണും. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയെ കണ്ടോണ്ടിരിക്കുക.
നിന്റെ സിറ്റിംഗ് റൂമിൽ വേണ്ട, നിന്റെ പ്രാർത്ഥനാ മുറിയെ സ്വർഗ്ഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേരോട് ചേർന്ന് സ്തോത്രം പറയുമെന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ മുറിവുകളുണ്ടല്ലോ, നിന്റെ മുറിവുകൾ മറ്റാരും കാണാതെ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നീ അനുഭവിക്കുന്ന മുറിവുകൾ അത് അഭിഷേകമായി വെളിപ്പെട്ടു വരികയാണ്. ഓ റബനഹടക ശന്തല, അതാ പാട്ടായിട്ടൊക്കെ വരുന്നത്, അല്ലാതെ വെറുതെ അടിപൊളിയൊക്കെ വെറുതെ. അടിപൊളി പാട്ടൊക്കെ കുറെ ദിവസം പാടി പിന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രെയർ ലൈൻ കോൺഫറൻസ്. ഞാൻ ഇതിന് പേരിടുന്ന പാസ്റ്റേഴ്സ് കോൺഫറൻസ് എന്നാണ്. കാരണം അവരാ കൂടുതൽ പ്രസംഗിക്കുന്നവരോട് പ്രസംഗിക്കാനല്ലേ പാട്. നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉപദേശിമാരെയും അധ്യാപകരെയും ഉപദേശിക്കരുത്, നന്നായി. കൈയടിച്ച സണ്ണിബാസിന് വേണ്ടി സ്തോത്രം ചെയ്തു. ഉള്ള കാര്യം സമ്മതിച്ചല്ലോ. പ്രൈസലോ. ഞങ്ങളും ഒക്കെ ആ കൂട്ടത്തിലായി പോയത് കൊണ്ട് ഉപദേശം ഞങ്ങൾ ഏറ്റെടുക്കും കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ രാത്രി വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വാസമുള്ള എത്ര പേർ? പ്രാർത്ഥിച്ച് നടന്നെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ പറയണോ അത് പറഞ്ഞായിരുന്നു. ഒരു ചെറിയ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ, നന്നായി പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഭ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഹോളിന്റെ തൊട്ടടുത്തൊരു മദ്യഷാപ്പ് വരും. നമ്മൾ ഉപവസിക്കാൻ മിടുക്കരായതുകൊണ്ട് നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമല്ലോ. മദ്യഷാപ്പ് തുടങ്ങുന്നതിന് പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യാനി ആയിരിക്കും അബ്കാരി കോൺട്രാക്ടർ. കാരണം നമ്മുടെ യേശുദമ്പുരാനാണല്ലോ വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യവും പെന്തക്കോസ്തുകാരല്ല, ക്രിസ്ത്യാനികളാണ്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ പെന്തക്കോസ്തുകാരും വരുമായിരിക്കും. നല്ല ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് ബിവറേജ് ഷോപ്പിന്റെ മുമ്പിലായതുകൊണ്ട് പെന്തക്കോസ്തുകാരെ ആ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. പോട്ടെ. ഈ സഭയുടെ അടുത്ത് മദ്യഷാപ്പ് വരുമെന്ന് കണ്ടപ്പോൾ ദൈവജനം ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് 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 മദ്യഷാപ്പ് പണിതു. ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം രാത്രി ഇടിവെട്ടി കെട്ടിടം പൊളിഞ്ഞു. ഓ എന്തൊരു സന്തോഷം. പ്രൈസലോ. മദ്യഷാപ്പിന്റെ ഉടമ വെറുതെ വിടുവോ? അദ്ദേഹം പോയി കേസ് കൊടുത്തു. എന്നാ കേസ്? ഞാനൊരു മദ്യഷാപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചു, അതിനുള്ള കെട്ടിടം എല്ലാം പണിത്. പക്ഷെ ഈ പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ച് കേസ് അവിടെ കൊണ്ട് തീർന്നില്ല. കേസ് കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി വിളിച്ചു രണ്ടുപേരുടെ ശക്തന്മാരായ വക്കീലന്മാര് വാദിക്കാൻ തുടങ്ങി. വാദവും നടന്നു. അവസാനം മദ്യഷാപ്പുകാരൻ പറഞ്ഞു, ഇവരൊറ്റ കൂട്ടര് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സഭയ്ക്ക്. മറുവശത്ത് പറഞ്ഞു, അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? വീണ്ടും ഇപ്പുറത്ത് പറഞ്ഞു, അതെ ഇവര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാ. ഇപ്പുറത്ത് പറഞ്ഞു, അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല. അടുത്തപ്പം ജഡ്ജി പറഞ്ഞു, ഞാൻ വിധി പറയാ. പുള്ളിയാണല്ലോ പറയണ്ടേ. പുള്ളി പറഞ്ഞു, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. മദ്യഷാപ്പുകാരന് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെന്നും ദൈവസഭയ്ക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ലെന്നും തെളിഞ്ഞിരിക്കുന്നു. സ്വത്രം. എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. മനസ്സിലായില്ലെങ്കിൽ ഉറക്കം പോയതിന് നന്ദി. പ്രാർത്ഥിച്ചാൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഉറക്കം തൂങ്ങിയാണോ പ്രാർത്ഥിക്കുന്നത്? സ്വതന്ത്രം. പ്രയർ ലൈനകത്ത് കയറി കൂർക്കം വലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചോണ്ട് അങ്ങ് ഉറങ്ങുമല്ലേ. എന്നാ ഈ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും ഒരു കൂർക്കം വലി എത്തിയെന്ന് ധൈര്യത്തോടെ പറയാം. നല്ല കാര്യം. പക്ഷേ തമാശ പറഞ്ഞതാണെങ്കിലും പ്രാർത്ഥിക്കുന്നതിലൊരു വിശ്വാസം വേണം. നീ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും. നീ പ്രാർത്ഥിച്ചാൽ ശത്രു വീഴും.
നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുൻപിലുള്ള മല ഉരുകും, അത് ഒഴുകി മാറും. പ്രൈസല്ലോ. പ്രാർത്ഥിക്കുന്നവന്റെ കൈ കല്ല് പെറുക്കുമ്പം അവൻ ആത്മാവിലാകും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദാവീദ് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് പെറുക്കിയതിനാ. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് ഇങ്ങനെ കേട്ട ഒരു ചിന്ത. ഗോലിയാത്തിന് 4 സഹോദരന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവരെയും കൂടെ ദർശനത്തിൽ കണ്ടോണ്ടാ കല്ല് പെറുക്കിയ. സ്വത്രം. ഇവൻ വീണ 4 പേര് നിൽക്കുവാന്നറിയണം. ഈ പകുതി കൊണ്ടുള്ള പ്രാർത്ഥന നിർത്തണം കേട്ടോ. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവല്ല, അവന്റെ കുടുംബം കൊണ്ട് തകരാനല്ല ദൈവസഭയെ വരാൻ. സ്വത്രം. ശത്രുവിനെ കർത്താവേ നീ സന്ദർശിക്കണ, വേണ്ടമേ നിന്റെ കൂടെ വന്ന് മുട്ടുമടക്കിയ പോലെ കുറച്ച് നാളിനകം ക്ഷമ ചോദിച്ചോടുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അവരിവരെ തകരാനൊന്നും പ്രാർത്ഥിക്കണ്ട. നീ പ്രാർത്ഥന ആരംഭിച്ചു കഴിയുമ്പോ ചിലോ നിന്റെ കൂടെ മുട്ടുമടക്കും. അത് കഴിയുമ്പോ പറയാ, എന്റെ ദീനാമ്മേ നീ പ്രാർത്ഥിച്ചുകൊണ്ട്. അത് പറഞ്ഞാ പോരെ. അല്ലാതെ അവനും അവന്റെ കുടുംബം തകർന്ന് കാണാൻ ആഗ്രഹിക്കേണ്ടത്. സ്വത്രം. നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊന്ന് തകരണം, എന്നെ പകയ്ക്കുന്നവരൊക്കെ ഒന്ന് വീഴണം. പക്ഷെ പിന്നെ ആരും കാണുന്നേ? പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായ ഒരു അടയാളം തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പകയ്ക്കുന്നവരുടെ കണ്ണ് കാണാൻ മേലാതെ വന്ന ആര് കാണും? സ്വത്രം. അതുകൊണ്ട് പകയ്ക്കുന്നവർ ആരോഗ്യത്തോടെ കാഴ്ച കൂടി പവറുള്ള ഗ്ലാസ് മേടിച്ചേക്കാൻ. പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ കൽപ്പിക്കുന്നത് സംഭവിക്കും. മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. അത് തന്നെയല്ല, കാട്ടെത്തി പേരോട് പറഞ്ഞു മാറും. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് ദർശനം കാണാമോ? ദൈവാത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മറ്റൊരാളെ കമ്പയർ ചെയ്യരുത് കേട്ടോ. മറ്റൊരാളിന്റെ ശുശ്രൂഷയെ, മറ്റൊരാളിന്റെ ജീവിതത്തെ, മറ്റൊരാളിന്റെ കുടുംബജീവിതത്തെ. പ്രൈസല്ലോ. എനിക്കത് കിട്ടിയില്ല, വേണ്ടതേ. പ്രൈസല്ലോ. വിവാഹമോചനത്തിനു വേണ്ടി ഒരു പെങ്കൊച്ചിങ്ങനെ വഴി നിൽക്കുക, വണ്ടി കയറാനായിട്ട് കോടതി പോവാൻ. ഭർത്താവ് കോടതി വരുമെന്ന് വിധിയാൻ പോവാ. നോക്കി നിന്നപ്പോ വേറൊരു ഭാര്യയും ഭർത്താവും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് പോവാ വണ്ടിയില്, ബൈക്കല്ല. ഓ, എന്റെ കൂട്ടുകാരിയുടെ അനുഭവം ഉണ്ട്. അവൾ എന്ത് സന്തോഷമാണെന്ന് ഓർത്തിരുന്നു. ഇവള് വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോ അവര് രണ്ടുപേരും കോടതിയിലുണ്ട്. നിങ്ങളെന്താ ഇവിടെ വന്നേ? ഞങ്ങളുടെ വിവാഹമോചനമാണ്. നീ എന്തിനാ വന്നേ? എന്റെ വിവാഹമോചനം. നിന്റെ ഭർത്താവ് എന്തിനാണ് നീ കെട്ടിപ്പിടിച്ച് വന്നപ്പോ ഞാൻ ഓർത്തല്ലോ, അതേ ഈ പുള്ളിയെ തള്ളിയിടാൻ സാധ്യതയുള്ളൂ. വല്ലവരും ബൈക്കിൽ പോണ കണ്ടോണ്ടും കാറെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്ന കണ്ടോണ്ടൊന്നും മാർക്കിട്ട് പോകരുത് കേട്ടോ. വെറുതെ പടം. അമേരിക്കയിൽ അങ്ങനെ ഡൈവേഴ്സ് ചെയ്യാൻ ചിലത് റെഡിയല്ല. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നോണ്ട് എനിക്കിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഡൈവേഴ്സ് ചെയ്ത പകുതി കൊടുക്കണ്ടോണ്ട് ഇപ്പൊ പലരും ഡൈവേഴ്സ് ചെയ്യുന്നില്ല. ഇത്ര നാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പകുതി ചുമ്മാരിക്കുന്ന പുള്ളിക്ക് കൊടുക്കണ്ടേ? പണ്ടേ മനസ്സുകൊണ്ട് വിവാഹമോചനം നടത്തുക, എന്നിട്ടും കൂടെ താമസിക്കുക. കുഴപ്പമില്ല, നാട്ടുകാരുടെ മുമ്പിലെങ്കിലും നല്ലതായിട്ട് പിള്ളേർക്കൊരു ഭാവി ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇതൊന്നും കണ്ട് കമ്പയർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. സ്വതന്ത്രം കമ്പയർ ചെയ്യാൻ തുടങ്ങിയ ഒരിക്കൽ നമുക്കൊരു സ്വസ്ഥത കിട്ടിയല്ലോ. അവരെ നോക്കി ഇവരെ നോക്കി, അതിനേക്കാൾ നല്ലത് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ. തമാശയായിട്ടൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നിനക്ക് ചില മുറിവുകളൊക്കെ ദൈവമാണ് ഞാൻ തന്നത്. നീ കുറെ കൂടെ ദൈവത്തിന് പ്രയോജനപ്പെടണമെന്നും നീ എഴുന്നേറ്റ് നിന്നാ ചിലത് നടക്കുമെന്നും പിശാചിന് അറിയാവുന്നതുകൊണ്ട് അറ്റാക്ക് കൂടില്ലേ? ഇസേബ്രാം ബാസ് എഴുന്നേറ്റ് നിന്നാ ഒരുപാട് കാര്യങ്ങൾ പറയും. വീട്ടിൽ ചെന്നാലും അതെ, നിർത്തത്തില്ല, രാത്രിയായാലും ഉറക്കത്തില്ല. അതൊരു കൃപയാണ്. ദൈവം തന്ന കൃപയൊക്കെ വർദ്ധിപ്പിച്ചോട്ടെ. പക്ഷെ മറ്റൊരാളെ കമ്പയർ ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസി ആ വീട്ടിലുള്ളതുകൊണ്ടാണ് ഈ ദേവദാസ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഓരോ അച്ചായന്മാരും ഒരു പാസ്റ്റർമാരും സമ്മതിക്കത്തില്ല സഹോദരിമാരെ നമ്മൾ കുറെ നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെ സത്യം അതാ. നിങ്ങളേലും ഒരു സ്വത്രം പറയുന്നത് ഞാൻ ഓർക്കും. രാവിലെ എഴുന്നേറ്റുന്ന ഒരു പുള്ളി പറഞ്ഞു കേട്ടില്ല, ഷർട്ട് എടുത്തില്ലെന്ന്. കുറ്റം മുഴുവൻ
പക്ഷെ അവരുള്ളതുകൊണ്ടായി പുള്ളി ഇവിടെ നിന്നത്. അപ്പൊ ചിലർ ഇവിടെ നിന്ന് ആരാന്ന് എനിക്ക് അറിയത്തില്ല, ആലോചിക്കുന്നുണ്ട് എന്റെ വീട്ടിലെ കാര്യം എനിക്കല്ലേ അറിയാവൂ. അതുകൊണ്ടാ ജോൺ വെസ്ലി എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസന്റെ സമയം തീരുക, പക്ഷെ എനിക്കറിയില്ല വചനത്തിലേക്ക് കിടക്കാൻ പറ്റണില്ല. ജോൺ വെസ്ലി എന്ന അനുഗ്രഹീത ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോ ഭാര്യ മുമ്പിൽ നിന്ന് ചീത്ത പറയും, നല്ല ചീത്ത വിളിച്ചു പറയും. ഒരു ദിവസം അദ്ദേഹം പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു പാത്രം ചാണകവെള്ളം കലക്കി തലയിൽ കൂടെ കൊണ്ടൊഴിച്ചു. നമ്മളാണ് പിന്നെ ഡൈവോഴ്സ്. മനുഷ്യ ചോദിച്ചു, നീ എങ്ങനെ ഇത്രയും പ്രസംഗിക്കുന്ന ഈ സ്ത്രീ ഉള്ളപ്പം? അദ്ദേഹത്തിന് മറുപടി കേൾക്കണോ? ആ സ്ത്രീ എന്നെ അനേകം മണിക്കൂറുകൾ മുട്ടിന്മേൽ നിർത്തുവാന്നു. അവള് നിർത്തുമെന്നല്ല പറഞ്ഞു. രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിന്റെ കുടുംബത്തിന്റെ അകത്തു പോലും ശത്രു കയറിയെന്ന് വന്നേക്കാം. ഓർക്കുക, നിന്നിലുള്ള ശുശ്രൂഷ വലുതാകട്ടോ. നീ ഒരു തീയാകട്ടോ. നീ സാധാരണക്കാരിയോ സാധാരണക്കാരനോ അല്ല. അത് ദൂരവെ അറിഞ്ഞിട്ട് പിശാചിനെ തകർക്കാൻ നോക്കുകയാ. ഇന്ന് രാത്രി സ്വർഗം ഏമെടുക്കട്ടെ. നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന അഗ്നി അത് സാധാരണ അഗ്നിയല്ല. അഗ്നിക്ക് വില കൊടുക്കണം. വില ഡോളറോ ചെക്കോ ഒന്നുമുള്ള കാര്യമല്ല ഞാൻ ഈ പറയണേ. അകത്തു വില കൊടുക്കാൻ തയ്യാറുണ്ടോ? എഴുന്നേക്കാൻ പോവുക കേട്ടോ. മുമ്പാസെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ, എന്തുകൊണ്ടത് ചോദിക്കേണ്ട, തീയാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ അഗ്നിയാക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള ചിലതിനെ ഈ രാജ്യത്ത് തീയാക്കി മാറ്റാൻ പോവുകയാണ്. ഒതുങ്ങി 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 ഇരുന്നിട്ട് നിന്നെ എന്നെ ഇതുപോലെ കൊട്ടയ്ക്കകത്ത് ഒതുക്കി വിടുവോ? ഇല്ല കേട്ടോ. ഒരു ബ്രാക്കറ്റ് പീരീഡ് നീ കൊട്ടയ്ക്കകത്താണെങ്കിലും ഓർക്കുക, രാജാക്കന്മാരുടെ മുൻപിൽ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാൻ മനസ്സുണ്ടോ? കൊട്ടയ്ക്കകത്ത് ഒതുങ്ങിയേ പറ്റൂ. ദൈവാത്മാവനോട് പറയുന്നത് ദൂത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ നോക്കിപ്പോകും. നീ കൊട്ടയ്ക്കകത്ത് ഒതുങ്ങുമ്പോ എന്തുകൊണ്ടത് ചോദിക്കേണ്ട. നീ നിൽക്കേണ്ട സ്ഥലം വലുതാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുക, ചിലതിന്റെ മേൽ അഗ്നിയുടെ ശുശ്രൂഷ വെളിപ്പെടുക. ഞാൻ വിശ്വസിക്കുകയാണ്. അന്ധകാര ശക്തി നിന്റെ മുമ്പിൽ മുട്ട് വരച്ച് നിൽക്കും. നിന്റെ പേര് കേൾക്കുമ്പോ ചിലത് ഓടും. ഇപ്പൊ നീയല്ലേ ഓടുന്നത്, ഇനി നീയല്ലേ ഓടുന്നത്. നിന്റെ മുമ്പിൽ ഓടാൻ പോവുക. നീ നിന്നു കൊടുക്കാമോ? ചിലത് ഓടാൻ പോവുക. അതെ, ഞാൻ ദൈവാത്മാവിൽ പറയാ, നീ നിന്നു കൊടുക്ക. നീ നിന്നു കൊടുക്ക. നിന്റെ മുമ്പിൽ ചിലത് ഓടാൻ പോകുക. നീ ഒരു തീയായാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇത് രാത്രി യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുക. ഈ താഴ്ന്നിരിക്കേണ്ട, ഈ വേദനിച്ച് മുറിവേൽപ്പിച്ച് നിന്നെ അകത്തൊതുക്കാൻ, ഒട്ടയ്ക്കകത്തൊതുക്കാൻ പിശാച് വാദിക്കുമ്പോൾ നീ വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ തീയാകുക, ഞാൻ തീയാകുക. ഓ നിന്നെ തീയാക്കാൻ വേണ്ടി സ്വർഗം എത്ര നാളായെന്നറിയാമോ? ഹല്ലേലൂയ. എനിക്കറിയില്ല പരിശുദ്ധാത്മാവല്ല ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. ശിവപാസ് പറഞ്ഞു പുട്ട് പുഴുങ്ങിക്കൊണ്ടൊക്കെ പുട്ടൊക്കെ പുഴുങ്ങിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ ചൂട് പുട്ട് വേണം. ദൈവത്തിന്റെ വിഷയം നടന്നോട്ടെ. ഷെയ്പ്പൊക്കെ നമ്മുടെ ഭാഗത്തു നോക്കില്ല. ദൈവത്തിന് ഷെയ്പ്പ് ഒന്നും ഒരു വിഷയമല്ല. ഞങ്ങളുടെ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കുറ്റിപ്പുട്ട്. അവരങ്ങനെ എനിക്ക് പറയുന്നു. മുമ്പിൽ ഇരിക്കുന്ന 2-3 കൊച്ചു പിള്ളേരുണ്ട്, 2 വയസ്സിലൊക്കെ വന്നതൊക്കെ. ഒടിഞ്ഞ പൊട്ട് കൊടുക്കാൻ നീ മുഖം കാണണം. പെട്ടെന്നങ്ങ് വീർത്തങ്ങ് ആത്മാവില്ല. അവർക്കൊരു കഷ്ണം പുട്ട് കിട്ടിയാൽ മതി. അത് കഷ്ണമായിട്ട് അധികം പൊടി വേണ്ട. അങ്ങനെ വല്ല നിർബന്ധമുള്ളവരുണ്ടോ? എനിക്ക് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് കിട്ടണം. ചുമ്മാ പൊടി തിന്നാനായിട്ട് നടക്കില്ല കേട്ടോ. പൊടിയുടെ ഒക്കെ കാരം കഴിഞ്ഞ് നീ എന്റെ ഷേപ്പുള്ളത് ചോദിക്കേ. നീ വെറുതെ ചോദിക്കരുത്. നിനക്ക് കിട്ടാൻ പോകുന്ന ദർശനങ്ങൾ ചോദിക്കണം.
മതി. നീ ഒരു സ്ഥലത്തൊന്ന് നിന്ന് കൊടുത്താൽ മതി, ദൈവം തന്നെ പ്രവർത്തി നടത്തുക. പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ അകത്തളങ്ങളിൽ നിനക്കൊരു പ്രേരണ വരുന്നുണ്ടോ രാത്രി പ്രാർത്ഥിക്കാൻ? അന്നേരം തിരിഞ്ഞു കിടന്ന് ഉറങ്ങരുത്. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ഈ അമേരിക്കയെ സന്ദർശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള രാത്രിയിൽ നിന്റെ പ്രാർത്ഥനാ മുറിയെ സ്വർഗം അന്വേഷിക്കും. വിശ്വാസമുള്ള ദൈവത്തിന് തൊട്ട് മുമ്പുള്ള രാത്രി ആ പെണ്ണമ്മയുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാനൊന്ന് പോകാമെന്ന് കർത്താവ് പറയും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനാ മുറിയെ സ്വർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡൺലപ്പെന്നൊക്കെ ഒന്ന് താഴോട്ടിറങ്ങി മുട്ടുകുത്തി കവിണ്ണ് വീണ് ഒന്ന് ഉരുണ്ട് കിടന്ന് നിലവിളിക്ക്. ദൈവത്തിന് ചെയ്യാനുള്ളത് തണുത്തുറഞ്ഞ അനുഭവങ്ങൾക്ക് മാറ്റം വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഈ വാക്ക് ഇപ്പൊ ഒരുമാതിരി എല്ലാം തീർന്നു. ഇനി ഏതാ പറയണ്ടേ? കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു. ആ ലക്ഷണം മുഴുവൻ മറീസ് മാത്യു ഫസ്റ്റ് പറഞ്ഞു, കൂടുതലും പറഞ്ഞു. കിരീടത്തെ കുറിച്ച് സണിപാസ് പറഞ്ഞു. ഇനി ഇതാണുള്ളൂ എന്ന് പറയാന്ന് വെച്ചാൽ അതും പറഞ്ഞു അലസ്പാസ്. ഇനിയിപ്പൊ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പറയാൻ. ഇനി എന്നെക്കാൾ ശ്രേഷ്ഠരായ ദേവദാസനെയും അതിന്റെ ആഴങ്ങൾ പറയാൻ പോവാ. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തിയിരിക്കാൻ പോവാ. എന്നോട് പറഞ്ഞത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചോളാം. എന്തോ നിനക്കുള്ളത്? അതെ, ഞാൻ അത് പറയാൻ പോലും സമയമില്ല, നിർത്തുക. നിനക്കുള്ളത് നീ പിടിച്ചോണം. ഈ നിനക്കുള്ളതെന്ന് പറയാൻ നിനക്ക് ഏതാണ്ടൊക്കെ തന്നതായിരുന്നു, അതിപ്പോ കയ്യിലില്ല. പ്രൈസല്ലോ, പ്രൈസല്ലോ. വാക്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, പക്ഷെ ഞാനൊന്നും സമയം എടുക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റാ പുട്ട് പുഴുങ്ങിയത്. ഈ വാക്യം ഇന്നലെയാ കിട്ടിയ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്കുള്ളത് നീ പിടിച്ചോളാനാ പറയുന്നത്. ഈ വേദപുസ്തകം ശ്രദ്ധയോടെ പഠിച്ചാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം വീട്ടിൽ പോയിരുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കണം. ആകയാൽ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടും. നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവർ അവരിലത് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട്. അപ്പോ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, അവർ സ്നാനമേറ്റു, ഒരേ ആത്മീയാഹാരം തിന്നു, വളരെ സന്തോഷമായിട്ട് പാട്ടും പാടി പോയതാ. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ വീഴ്ച കളഞ്ഞു. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തത്തിനായി പറഞ്ഞിരിക്കുന്നു. തീർന്നില്ല. റോമാലേഖനം 11-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം പ്രവചിച്ചിരിക്കും. ഇതെല്ലാം കൂടെ രാവിലെ കേട്ടപ്പം ഞാൻ അതങ്ങ് ടാബ്ലറ്റ് രൂപത്തിൽ പറയാം. ഇനിയും ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. നിനക്ക് കിരീടം കിട്ടുമെന്നും പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുന്നതിന് മുൻപ് കർത്താവ് വരില്ല. നിന്റെ കിരീടം നിന്റെ കയ്യിൽ നഷ്ടമായിട്ട് വേറെ ചിലർ കിരീടം എടുക്കാൻ സാധ്യതയുണ്ട്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. വേറെ ചിലർ ജാതികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നീ അവരെ തള്ളി മാറ്റിയിട്ടതാ. പക്ഷെ അവരിൽ ചിലർ കയറി വന്ന് ആ പൂർണ്ണ സംഖ്യ ചേർന്ന് കർത്താവിന്റെ വരവ് സംഭവിക്കും. ആദ്യം വന്ന് നീ എവിടെയാണെന്ന് ചിന്തിച്ചോണം. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സൂചിക്കാം. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. സംഖ്യ ഇനി ചേരാനുണ്ട്. നീ വിശ്വസ്തരല്ലെങ്കിൽ നിന്നെ മാറ്റിയിട്ട് മറ്റ് ചിലതിനെ ദൈവസഭയ്ക്ക് അകത്തു കയറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് വിശ്വാസികളെന്നൊക്കെ പേര് പറഞ്ഞ് ഞാൻ നമ്മളെ രാത്രി പാതിരാത്രി വരെ പ്രയർ ലൈനില്ല. സംഗതിയൊക്കെ ശരിയാ. പക്ഷേ
നിന്റെ കയ്യിലെ കിരീടം പോയാ പിന്നെ Amen. Yes. സ്വോത്രം. Hallelujah. അത്ര അങ്ങോട്ട് പറ്റിയില്ല, മനസ്സിലായില്ല എന്നിട്ടാണോ അതോ സ്വോത്രം പറയാൻ മടിയായിട്ടോ? സ്വോത്രം പറയണ്ട, പക്ഷെ സംഗതി ഇതാ. Amen. Yes. സ്വോത്രം. പേര് കേട്ട വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേരാ. പക്ഷെ കർത്താവിന്റെ ദാസൻ അലക്സ് പാസ്റ്റർ പറഞ്ഞു, ഈ വ്രതസ്ഥൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? വ്രതം നോക്കുന്നു. Amen. Yes. മല കയറാൻ 40 ദിവസത്തിന് വേണ്ടി എന്ത് വ്രതം നോക്കുന്നത്? ഒരു ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി മാറ്റി ഞാൻ എന്റെ ഹൃദയം അങ്ങ് കൊടുത്തെന്നൊക്കെ പറയുന്നവര് വ്രതം നോക്കുന്ന കണ്ടാൽ വലിയ പ്രയാസം. ബാക്കി ഞാൻ പറയണില്ല, പോണല്ലോ. Amen. Yes. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ വചനപ്രകാരം നീ വീണ്ടും ജനിച്ചതാണോ? Oh, hallelujah. കർത്താവ് പറഞ്ഞ ശബ്ദം കേട്ട് പലതും വേണ്ടെന്ന് വെച്ചിറങ്ങിയതാണോ? പിന്നെ ഇടയ്ക്ക് വെച്ചതൊക്കെ കേറി വന്ന എങ്ങനെ? Amen. Yes. Amen. Amen. Yes. ഓ റിഖമന ശങ്കനാരബ. പ്രൈസ് ഗോഡ്. Hallelujah. Amen. പൂർണ്ണ സംഖ്യ ചേർന്നിട്ടില്ല, തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. Amen. Yes. യുഗം കൃപായുഗമാ, പക്ഷേ തള്ളിക്കളയാൻ ദൈവത്തിന് പ്രയാസമൊന്നുമില്ല. Hallelujah. Amen. Yes. പ്രൈസ് ഗോഡ്. ചങ്കിലെ ചോര തന്നവൻ വിലക്ക് വാങ്ങിയതാ. Glory to അതുകൊണ്ട് അത് എന്ത് കാണിച്ചാലും ദൈവം നിൽക്കുകയാണ്. Yes. Speak up. Amen. സ്നേഹിക്കുന്ന ദൈവം അതിന്റെ മറുവശത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Hallelujah. Amen. Yes. ഇന്ന് രാത്രി എന്റെ ദൂത് തീർന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ സന്ദേശം ഞാൻ പറയുക. നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരാളല്ല സ്വർഗം. Amen. Yes. Amen. എനിക്കറിയില്ല, ദൂത് തീർന്നില്ല, നിർത്തുവാണ്. ദൈവം അനുവദിച്ച സമയം കിട്ടിയ ബാക്കി പിന്നെ പറയാം, അല്ലെങ്കിൽ പറഞ്ഞു നിർത്താൻ പോകും. ദൈവസഭയ്ക്ക് സ്ഥലം കൊടുത്തെന്നും പറഞ്ഞൊക്കെ Amen. Yes. ഞാൻ അകത്തെ ആളാന്ന് പറഞ്ഞവരെയൊക്കെ ഞാനിപ്പോ കണ്ടുവച്ചിരിക്കുക. ഞാൻ 10 സെന്റ് സ്ഥലം കൊടുത്തോണ്ട് ആ സഭ പണിത്. Amen. Yes. അതുകൊണ്ട് എന്റെ മോനായിരിക്കണം ഇനി അവിടുത്തെ പാസ്റ്റർ. Amen. Yes. സഭ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഈ പാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ആരെയാ കൂട്ടുപിടിക്കുന്നേ? RSSകാരനെ. അമേരിക്കയിൽ ആ വിഷയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ അന്തിച്ചിരിക്കുന്നത്. ഞാൻ പറയാം, RSSകാർ വന്ന് പാസ്റ്ററോട് പറഞ്ഞു ഇറങ്ങി തരണം. പാസ്റ്റർ പറഞ്ഞു എന്നെ ഒരു സഭയാക്കിയതാ ഇവിടെ. ഞങ്ങളോട് പറഞ്ഞേക്കുന്ന നിങ്ങളെ തട്ടാനാ. എന്താ കാരണം? ഞങ്ങൾക്കറിയത്തില്ല, മുകളിലത്തെ വീട്ടുകാരാന്ന് പറഞ്ഞു. അതാരാ? Amen. 2 പാസ്റ്റർമാരും മക്കളുള്ള അമ്മയെ പേര്. Amen. Yes. അവര് കൊടുത്ത സ്ഥലമാ സഭയ്ക്ക്. അവരുടെ മോനെ പാസ്സാക്കാൻ പറഞ്ഞപ്പോ സഭക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെ വേണ്ടത്. നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ സഭക്കാർക്ക് വേണ്ട. Amen. Yes. സ്വത്രം. Amen. Yes. സംഭവിച്ചത് കേൾക്കണോ? പാസ്റ്ററോട് പറഞ്ഞു വേണേ ഇറങ്ങി മാറിക്കോളാൻ പറഞ്ഞ് സഭ ഇടിച്ചങ്ങ് നിരത്തി ബുൾഡോസർ വന്നു. അമ്മമാനും കൂടെ കല്യാണത്തിന് പോയതാ, കാറെ കയറി വണ്ടി ഇടിച്ച് പാസ്റ്റർ അവിടെ വെച്ച് മരിച്ചു. നമ്മുടെ കീഴിൽ പാട്ടക്കാരനല്ല ദൈവം കേട്ടോ. ദൈവസഭകളിൽ ഭയപ്പെടാനാണ് ഞാൻ രാത്രി പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ സൈൻ ചെയ്യത്തില്ല. നിന്റെ ഇഷ്ടത്തിനല്ല, സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഒരു ഉദാഹരണം അവിടെ പറയാം. ഞാൻ ഓർത്തതൊക്കെ അമേരിക്കയിലേ ഉള്ളത്, പക്ഷെ ഇതൊക്കെ കേരളത്തിൽ ഇപ്പൊ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുക. വർഷങ്ങൾക്ക് മുൻപ് ഒക്കലഹോമായി ഈ അലക്സ് പാസ്റ്റർ സഭയില് കൺവെൻഷൻ പ്രസംഗിക്കാൻ നിന്നപ്പോ വെള്ളിയാഴ്ച രാത്രി അവരുടെ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ ഇന്ന് ആള് കുറവായിരിക്കും. ഞാൻ ചെന്ന മഴ പെയ്യുന്നു. ഞാൻ ചോദിച്ചു അതിനാ പാസ്റ്റർ? ആ മഴയുള്ളതുകൊണ്ട് ആളൊക്കെ കുറെ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു പൊതിയും കെട്ടി, പൊതി കെട്ടാനൊന്നും ഇല്ല, പൊതിയും കെട്ടി തലേ ദിവസം ഇറങ്ങി നടന്ന് ആരാധനയ്ക്ക് പോയ പിതാക്കന്മാരുടെ തലമുറയാണോ ഇവിടെയൊക്കെ ഉള്ളത്? ഇപ്പം പോർച്ചിനകത്ത് എന്ന് പറഞ്ഞാൽ വീടിനകത്തുനിന്ന് കാറിറക്കി സഭയ്ക്കകത്തോട്ട് കയറിയിട്ട് അവിടുന്ന് അകത്തോട്ട് കയറാൻ മഴ നനയണില്ല, പക്ഷെ മഴയാ. കണക്ക് പറയേണ്ടി വരും കേട്ടോ, കണക്ക് പറയണം കേട്ടോ, കണക്ക്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി തമാശ പറയല്ല, കണക്ക് പറയേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്ത ദേവദാസൻ നമ്മള് തകരയിലെയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്ന പിതാക്കന്മാരുടെ തലമുറയാ. ബോബി ബ്രദർ ഇങ്ങനെ നിൽക്കുക, തകരയിലോട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ഞാൻ പറ സാരില്ല, ഇലേന്ന് പറ, വെറും ലീഫ് എന്നെങ്കിലും പറ, കേട്ടെ. സ്വത്രം. കൊച്ചുങ്ങളോട് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയണം, യോർദാന്റെ ആഴത്തിൽ കിടന്ന കല്ല ഇതെന്ന് കേട്ടോ.
മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഒത്തിരി സ്തോത്രം ഒന്നും വന്നില്ല. ഒരു ഇടയ്ക്കിടയ്ക്ക് ആ മുകളിലത്തെ നിലയിലോട്ട് കയറുമ്പോ പറയണം, കർത്താവേ നിന്റെ കേട്ടോ. കേരളത്തിലൊരു സഭയെ പ്രസംഗിക്കാൻ നിന്നപ്പം, ഇത് പ്രസംഗിക്കാനാണ് സൂസനായിട്ട് ഗേറ്റ് പോലും ഇല്ലായിരുന്നു. ഒരു സഭയെ പ്രസംഗിക്കാൻ നിന്നപ്പോ എന്നോട് പറഞ്ഞു 1 മണിക്ക് 5 മിനിറ്റ് മുമ്പ് നിർത്തണം. ഞാൻ പറഞ്ഞു നിർത്താലോ, ഇതന്നെ അമേരിക്കയാണ്. 1 മണി ആയാലും ഇവിടെ പിന്നെ ആരും ഇരിക്കത്തില്ല. സ്വത്രം എന്നാന്ന് ചോദിച്ചു. അത് കാണാമെന്ന് പറഞ്ഞു. ഞാൻ 1 മണിക്ക് 5 മിനിറ്റ് മുമ്പ് നിർത്തി. ആ പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു 1:02 1 മിനിറ്റ്, 1 മണി 2 മിനിറ്റ്. 1 മണിയായപ്പോ ഞാൻ നോക്കിയപ്പോ ഒരപ്പച്ചൻ ഓടിപ്പോയി കാർ സ്റ്റാർട്ട് ചെയ്തു. അമ്മച്ചിയെ നോക്കിയിരിക്കും. അമ്മച്ചി ആശീർവാദം കഴിഞ്ഞ പോകത്തു. ഞാൻ പറഞ്ഞു ദൈവത്തെയാ കുറ്റം പറയണ്ടേ, ഈ താക്കോല് കൈ കൊടുത്തോണ്ടല്ലേ കുഴപ്പം. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പണ്ടേത് മറക്കല്ലേ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മക്കളോട് പറയണേ എവിടുന്നാ വന്നേന്ന്. ആ ദൈവസഭയ്ക്കകത്താ നിൽക്കുന്നേ. ഇപ്പൊ ഞാനും ദൈവസഭയ്ക്കകത്താ, പക്ഷെ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിനും കൂടെ പ്രസാദമാകണമെന്ന്. നിനക്കുള്ളത് പിടിച്ച് നീ എടുത്തില്ലെങ്കിൽ അതിന് വേറെ ആള് വരുമെന്നാ പറഞ്ഞ്. അമേരിക്ക സംസ്കാരം കേരളത്തിന്റെ സംസ്കാരം ഒന്നും ഇണങ്ങി അങ്ങോട്ട് കൂടിപ്പോകണമല്ല. എന്റെ കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകം ബാക്കി എനിക്കറിയത്തില്ല, പക്ഷേ ഈ വേദപുസ്തകത്തിൽ ഒരു സംസ്കാരമുണ്ട്. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. എത്ര പേര് ആമേൻ പറയും എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് മാറുന്ന സംസ്കാരം. എന്തെങ്കിലും കാണിച്ചേച്ച് ദൈവത്തെ കൂട്ടുപിടിക്കല്ലേ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന്റെ സഭയിൽ സാക്ഷ്യത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് വഴക്കുണ്ടായി. ആ ദേവദാസൻ മറിച്ച് അവിടെ ഇരിക്ക. ഇത് പ്രാർത്ഥിച്ചു തുടങ്ങിയ ആരാധനയാണ്. നമുക്ക് ആരാധന കഴിഞ്ഞ് പറയാം പാസ്റ്റർ പേടിപ്പിക്കല്ലെന്ന് പറഞ്ഞു. ഓ പേടിപ്പിക്കുകയെന്ന് പറഞ്ഞു പുള്ളി. ഇതൊക്കെ ഉണ്ടായ കാര്യമാണ്. ചുമ്മാ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയാം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോ പേടിപ്പിക്കട്ടെന്ന് പറഞ്ഞ ആള് കിടന്നിനി വന്നു. ഹലോ ഈ പേടിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു രോഗം, ഓക്സിജൻ കേറുന്നില്ലെന്ന് ശരീരത്തിലോട്. നിനക്കുള്ളത് നിന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് ചെയ്താണ്. നിനക്കുള്ളത് പിടിച്ചാ മതി, ഉള്ളത് പിടിച്ചാ മതി. ഇല്ലാത്തൊന്നും പേടിക്കണ്ട. വാക്യങ്ങൾ വായിക്കാനുണ്ട്, പക്ഷെ നിർത്തുക. ശുശ്രൂഷ, അധികാരം ദൈവം തന്നതാണ്. ഇത് പിടിച്ചോണം കേട്ടോ. ഇത് മാർക്കറ്റ് റോൾഡ് ഗോൾഡിന്റെ കാലമാണ്. ഗോൾഡ് അല്ല ഇപ്പൊ. ഊത്, തള്ള്, ഉന്ത്. ആ അകത്തുനിന്ന് അങ്ങോട്ട് ഏതാണ്ടൊക്കെ വരുമ്പോ അതെല്ലാം ഇവിടെ അങ്ങ് നടത്തിയേക്കാം. അതിനുള്ളതല്ല ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് കൂത്തുകാഴ്ചയല്ല, ഇത് തീയാകട്ടോ. സ്വതന്ത്രം ഒന്നും കേൾക്കണ്ട, പക്ഷെ അകത്ത് മാറ്റം വന്നാൽ എന്നാ പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അകത്ത് പരിചേവന വരാതെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരെ കണ്ടാലറിയാം. ഒരു ദേവദാസന് സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തു. ഇറങ്ങിപ്പോയപ്പോ ബൈ പറഞ്ഞ് വിറ്റത്തോട്ട് ഇറങ്ങിയപ്പം തലേദിവസം രാത്രി അലാറം അടിക്കാൻ കൊടുത്ത ക്ലോക്ക് അലാറം അടിച്ചു. കൃപ. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാകാതിനായി സ്വന്തം കൃപയാണ്. ഞാൻ പറയട്ടെ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും വേണ്ട. നിന്റെ കയ്യിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ട. നിന്റെ കയ്യിലുള്ളതൊന്നും ദൈവത്തിന് വേണ്ട. നീ ദൈവത്തിന് വേണ്ടി അങ്ങ് നിന്നു കൊടുത്താൽ മതി. പോഷനെ പോലും ദൈവം ഉപയോഗിക്കുക. ഇന്ന് രാത്രി ഞാൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ദൈവത്തിനു വേണ്ടതിനെ മുഴുവൻ ദൈവസഭയിൽ നിറയ്ക്കും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരാകുകൾക്കും ജീവനോടെ ദൈവത്തെ കാത്തിരിക്കുന്ന, പാപം കൂടാതെ വിശുദ്ധിയോടെ കാത്തു നിൽക്കുന്ന വൃതന്മാർ അവരോട് ഒരുമിച്ച് ആകാശ
സമയങ്ങളിൽ എടുക്കപ്പെടും. Hallelujah. അവൻ വീണ്ടും വരുന്നു, വേഗം വരുന്നു. Praise the Lord Jesus. നിർത്തട്ടെ. ശുശ്രൂഷയിലും ദൈവം തന്ന അധികാരത്തിലുമൊക്കെ നിൽക്കുമ്പോ സ്തോത്രം, അവിടുന്ന് ഇവിടുന്ന് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. ഒരായുസ്സുള്ളത് ദൈവത്തിന് വേണ്ടി ഭയത്തോടെ നിൽക്കുക. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് ഓടിച്ചു വായിക്കാൻ ദൈവാത്മാവിനോട് പറയുന്നു. ആരെങ്കിലും എടുത്തവരൊന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് എങ്ങനെയാ ശുശ്രൂഷ കിട്ടിയേ? കരുണ ലഭിച്ചിട്ട്. അയ്യോ, കരുണ ലഭിച്ചിട്ടാണോ ഈ ശുശ്രൂഷ? എന്നിട്ടാണോ കോട്ടിന്റെ പുറത്ത് കോട്ടും? ഞാൻ ഈ കോട്ടിടുന്ന അമ്മുക്കുട്ടി മാമയെന്ന് എന്തെല്ലാം പറഞ്ഞ് എനിക്കറിയത്തില്ല. അത്രയും നേരം മഴക്കാലം. പിന്നെ ഒരു സന്തോഷമുള്ളത് 10 വയസ്സ് എനിക്ക് കുറഞ്ഞെന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ട്. കരുണ ലഭിച്ചിട്ടാണ് കേട്ടോ. കരുണ കൊണ്ടാ കിട്ടിയത്. ഞാൻ നിങ്ങളെല്ലാവരെക്കാളും താണ ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ഈ ഹോളിനകത്തിരിക്കുന്ന മുഴുവൻ പേരെക്കാൾ താണയാളാണ് ഞാൻ. ഈ വേദപുസ്തകവും കൊണ്ട് ഈ രാജ്യങ്ങളിൽ വരാൻ ഒരു യോഗ്യതയും എനിക്ക്. ബൈബിൾ കോളേജുകളിലെ ബിരുദങ്ങളൊന്നും എന്റെ പേരിനോട് ചേർന്നില്ല. പക്ഷെ എനിക്കറിയാം, കരുണ ലഭിച്ചിട്ട്, കരുണ ലഭിച്ചിട്ട്, കരുണ ലഭിച്ചിട്ട്, കരുണയാൽ തന്നെങ്കിൽ ഇതിന് കണക്ക് പറയേണ്ടതാണെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ റെഡിയാകാമോ? ദൈവപ്രവൃത്തി നിന്നിലും നിന്റെ കുടുംബത്തിനും വെളിപ്പെടും. റോമാ ഗവൺമെന്റിന്റെ പീഡനകാലത്ത് 40 ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, കൊന്നുകളയുവാൻ തീരുമാനിച്ചു. അവരെ തണുത്തുറഞ്ഞ ഐസ് വെള്ളത്തിനകത്തേക്ക് ഇറക്കി നിർത്തി. ഓരോരുത്തരെയായി കൊല്ലാൻ പോയ കുറെ സമയം ഇങ്ങനെ നിന്നപ്പോൾ അതിനകത്ത് ഒരാളിന്റെ മനസ്സിനൊരു മാറ്റം. ആർക്കെങ്കിലും പുറത്തു വരണോ? തീ കൂട്ടിയിട്ടിട്ടുണ്ടോ? അത് രക്ഷപ്പെടാന്ന് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരുത്തിന്റെ അകത്ത്, എന്താ ഞാൻ മാറിയേക്കാം, എനിക്ക് ഗണേശിനെ തള്ളി പറയുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് പടയാളി വന്ന് ഇവനെ എടുത്ത് തീയറെടുക്കെ കൊണ്ടുപോയി ചൂടൊക്കെ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തി. ആ പടയാളി നോക്കുമ്പോൾ സ്വർഗത്തിന് 40 കിരീടങ്ങൾ ഇറങ്ങി വരുന്നു. മഞ്ഞു വെള്ളത്തിനകത്ത്, ഐസിനകത്ത് നിൽക്കുന്ന 39 പേരുടെയും തലയിൽ ആ കിരീടം വന്നിരുന്നു. 40ാമത് രക്ഷപ്പെട്ട മനുഷ്യന്റെ തലയിലേക്ക് വരേണ്ട കിരീടം പൊങ്ങിയും താണും കൊണ്ട് നിൽക്കുകയാണ്. വെക്കാൻ തലയില്ല. ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോയ പടയാളി ഓടിച്ചെന്ന വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ആ കിരീടം എന്റെ തലയിൽ വെക്കണേ. ഐസ് വെള്ളത്തിനകത്ത് നിന്ന് ആ മനുഷ്യൻ മരിച്ചു. ആ കിരീടം ആ മനുഷ്യന്. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ. നിന്റെ കിരീടം മറ്റൊരാൾക്കാകരുത് കേട്ടോ. പ്രതിഷ്ഠ നല്ലതാ, ജീവിതം നല്ലതാ, പക്ഷേ അവസാനം കിരീടം വെക്കാൻ നേരത്ത് തല അവിടെ കാണണമെന്ന് ഇന്ന് രാത്രി മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്തൊക്കെ ആരോടും പറയാൻ കഴിയാത്ത വേദനയ്ക്കകത്തൂടെ നീ പോകുമ്പോഴും ഓർക്കണം, ഒരു കിരീടം എനിക്കുണ്ട്. ആ കിരീടം എന്റെ തലയിൽ വരണം. അത് നഷ്ടമായ ഈ ജീവിച്ചതും പാടിയതും പ്രയർ ലൈനിൽ ഇരുന്നതും ഒക്കെ തീർന്നു. അതുകൊണ്ട് കരുണയാൽ ലഭിച്ചതാണെങ്കിൽ ദൈവസഭയിൽ നമുക്ക് വിശ്വസ്തരാകാം. അവൻ വേഗം വരുന്നു, വീണ്ടും വരും. ഇന്ന് രാത്രിയിൽ ആ വരവിനെ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, നീ വരണമെന്ന് ആത്മാർത്ഥതയോടെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നിങ്ങൾക്കുള്ള സ്നേഹം, വിശ്വാസം, പ്രവൃത്തി, പ്രാർത്ഥന, ഇതെല്ലാം ദൈവത്തിന് പ്രയോജനം. രാത്രി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചയാളാണ്. ഒരു കിരീടമുണ്ടെന്ന് അറിഞ്ഞിറങ്ങിയാണ് ഞാൻ. പക്ഷെ എന്റെ കിരീടം എനിക്ക് നഷ്ടമാകരുത്.
എന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൽ എനിക്ക് ആ കിരീടത്തെ സൂക്ഷിക്കാൻ കഴിഞ്ഞോ? മറ്റാരോടും പറയണ്ട. ഇന്ന് രാത്രി ഒരു നിമിഷം, കർത്താവേ, നിന്റെ കരുണയാൽ എന്നെ തെരഞ്ഞെടുത്തു, നിന്റെ കരുണയാൽ ഈ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ആ കിരീടം നഷ്ടമാകാതെ ആ കിരീടം എന്റെ തലയിൽ തന്നെ എത്തുവാൻ എനിക്ക് കൃപ തരണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ലോകത്തോടുള്ള പറ്റുമാനം വിടാതെ സ്വർഗത്തോട് പറ്റി നിൽക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ ഹൃദയം അറിഞ്ഞ ഒരു വ്യക്തിക്ക് ലോകത്തോട് ഒരുപാട് പറ്റി നിൽക്കാൻ കഴിയില്ലെന്നേ. ഈ പ്രോസ്പെരിറ്റി തിയോളജി ഒക്കെ നല്ലതാ, പക്ഷേ നീ വിടേണ്ടതിനെ വിടാതെ നിനക്ക് ദൈവത്തോട് പറ്റി നിൽക്കാൻ സാധ്യമല്ല. അവിടെ ഇവിടെയും കൂടെ ഉള്ളൊരു ജീവിതം ഇല്ല. ഒന്നുകിൽ നീ ആ പക്ഷം, അല്ലെങ്കിൽ നീ ക്രിസ്തുവിന്റെ പക്ഷം. രാത്രി കർത്താവിനോട് പറ, കർത്താവേ, എന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ, എനിക്കുള്ളത് പിടിച്ചോളുവാനൊരു കൃപ എനിക്ക് തരണേ. എൻ കണ്ണിലെ കണ്ണുനീരല്ല എന്റെ ദൈവം താനന്നു തുടച്ചിടും. എൻ കണ്ണിലെ കണ്ണുനീരല്ല എന്റെ ദൈവം താനന്നു തുടച്ചിടും. എല്ലാ ദുഃഖവും മുറവിളിയും അങ്ങു തീർന്നിടും തന്റെ വരവിൽ. എല്ലാ ദുഃഖവും മുറവിളിയും അങ്ങു തീർന്നിടും തന്റെ വരവിൽ. ആഹാ, എന്തോരാനന്ദം ആ നല്ല നാളിലെ ഞാൻ ഓർത്തിടും നേരം എന്റെ ഉള്ളം പൊങ്ങുന്നേ. ആഹാ, എന്തോരാനന്ദം ആ നല്ല നാളിലെ ഞാൻ ഓർത്തിടും നേരം എന്റെ ഉള്ളം പൊങ്ങുന്നേ. അങ്ങേ കാണുവാൻ എന്റെ ആശയേറുന്നേ. ആത്മനാഥനെ അങ്ങിൽ ചേരുവാൻ, അങ്ങേ കാണുവാൻ എന്റെ ആശയേറുന്നേ. ആത്മനാഥനെ അങ്ങിൽ ചേരുവാൻ. എന്തോരാനന്ദം ആ നല്ല നാളിലെ ഞാൻ ഓർത്തിടും നേരം എന്റെ ഉള്ളം പൊങ്ങുന്നേ. ആഹാ, എന്തോരാനന്ദം ആ നല്ല നാളിലെ ഞാൻ ഓർത്തിടും നേരം എന്റെ ഉള്ളം പൊങ്ങുന്നേ. ഓരോ നാളിലും എന്റെ ജീവിതം ഈ പാരിതിൽ ശോകപൂർണ്ണമേ. ഓരോ നാളിലും എന്റെ ജീവിതം ഈ പാരിതിൽ ശോകപൂർണ്ണമേ. നാഥൻ പാറയിൽ എന്റെ ക്രൂശെടുത്തു ഞാൻ പോകുന്നേ. എന്റെ വീട്ടിലേക്കു ഞാൻ നാഥൻ പാറയിൽ എന്റെ ക്രൂശെടുത്തു ഞാൻ പോകുന്നേ. എന്റെ വീട്ടിലേക്കു ഞാൻ. ആഹാ, എന്തോരാനന്ദം
മരിക്കുന്ന സന്തോഷമുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ അങ്ങേ കാണുവാൻ എന്റെ ആശയം, ആത്മനാഥനെ ഞാൻ അങ്ങിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഓട്ടം തീർന്ന്, എന്റെ ക്ലേശം തീർന്ന് ഞാൻ നിന്റെ മാർവിൽ ചാരുന്ന ദിവസം. ഈ രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയെ നീ വർദ്ധിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയന്റെ നാടിനോട് ഇന്നലേക്കാൾ ഇന്ന് ഞങ്ങൾ അടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവ സ്നേഹത്തെ അകത്ത് വെളിപ്പെടുത്തുന്നവരാൽ, വിശ്വാസം വർദ്ധിപ്പിക്കപ്പെട്ടവരാൽ, അധികാരവും ശുശ്രൂഷയും നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരാൽ ഞങ്ങൾക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ, കിരീടം നഷ്ടമാകാതിരിപ്പാൻ, അങ്ങയുടെ വരവിൽ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ഈ ഹോളിനകത്തിരിക്കുന്ന ഒറ്റയാൾ പോലും നഷ്ടമാകാതെ എല്ലാവരും കാഹളത്തൊരി കേൾക്കുവാൻ സ്വർഗം കൃപ ചെയ്ത അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും ദൈവസന്നിധിയിരിക്കും. എനിക്കിങ്ങനെ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസന്, പ്രിയ സുസ്നാനിക്ക്, കുടുംബത്തിന്, ദൈവസഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദിവസം